അധ്യാപകരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, വളരെ വേഗം ഒരു വർഷക്കാലം കടന്നുപോയി. അധ്യയന വർഷത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം, അതാണ് ഒരു സ്കൂൾ വാർഷികാഘോഷം. എന്തെല്ലാം നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ഇനിയും നേടിയെടുക്കേണ്ടവ, നടപ്പാക്കിയവ, നടപ്പാക്കുവാനുള്ള ഫലപ്രാപ്തിയിലെത്തിയവ, പോരായ്മകൾ മുതലായ വിലയിരുത്തൽ കൂടിയാണ് ഒരു സ്കൂൾ വാർഷികം. വളരെ സംഭവബഹുലവും സങ്കീർണവുമായ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ നമ്മെ തടിഞ്ഞു വിറച്ചു. ഒത്തൊരുമയുടെയും സാഹോദര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വലിയ പാഠം ഉരുൾപൊട്ടൽ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ സാമൂഹിക ബോധത്തിലും ചിന്താധാരയിലും മാറ്റത്തിനും ഒരവസരം ലഭിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രതീക്ഷക്കൊത്ത് നമുക്ക് ഉയരാൻ കഴിഞ്ഞു. അതോ കിട്ടിയ അവസരങ്ങളെയും ആനുകൂല്യങ്ങളെയും പാഴാക്കി നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അധ്യാപകരെയും മാതാപിതാക്കളെയും നിരാശരാക്കുന്ന പ്രകടനമാണോ നാം നടത്തിയത്? ഇന്നും നാം വിലയിരുത്തണം. സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. അത് ഈ കാലചക്രത്തിന്റെ പ്രവാഹത്തിനനുസരിച്ച് ഒഴുകി മാറും. ഓരോ വർഷങ്ങളും ഇനി തിരിച്ചു കിട്ടാനാവാതെ വിധം കടന്നു പോകും. കിട്ടുന്ന അവസരങ്ങൾ നല്ല ഗോളാക്കുന്നവനാണ് യഥാർത്ഥ കളിക്കാരൻ. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് അതിനോർത്ത് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് സമയവും സാഹചര്യവും ഉള്ളപ്പോൾ അത് നന്നായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ പല ഭാഗത്തും എത്രയോ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, വിദ്യാഭ്യാസത്തിന് അവസരമില്ലാതെ, സമപ്രായക്കാരുമായി ഉല്ലസിക്കാൻ കഴിയാതെ യാതന അനുഭവിക്കുന്നു. യുദ്ധവും ദാരിദ്ര്യം ഇതര കലഹങ്ങളും എത്രയോ കുരുന്നുകളാണ് നാട് വിട്ട് അഭയാർത്ഥികളായി അലയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തിനും ഇത്തരത്തിലുള്ളവരെ ഓർക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയും. വിദ്യാർത്ഥികളായി നമ്മൾ ജീവിത വിജയം കൈപ്പരിച്ച് മിടുക്കരാവുന്നതാണ് ഓരോ അധ്യാപകരുടെയും സന്തോഷവും സമൃദ്ധിയും. തൻ്റെ വിദ്യാർത്ഥി ആയിരുന്നു എന്നതിനേക്കാൾ ഞാൻ അവരുടെ അധ്യാപകനായിരുന്നു എന്ന് പറയുന്നതാണ് അവരുടെ അഭിമാനം. മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ളതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. അധ്യാപകരും മാതാപിതാക്കളും നമ്മുടെ കണ്ട ദൈവങ്ങളാണ്. അവരുടെ സമയവും അധ്വാനവും ആരോഗ്യവും നമുക്കായി പൂർണ്ണമായി ഉപയോഗിക്കുന്നവരാണ് മാതാപിതാക്കൾ. ഇവരുടെ പ്രതീക്ഷയും സന്തോഷവും നമ്മിലൂടെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, ഞങ്ങൾ ഈ അവസരം നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന അധ്യായ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയാൻ കൂടി ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനനുസരിച്ച് ഉയരുമെന്നും നാടിനും വീടിനും ഗുണമുള്ളവരായി മാറുമെന്നും ഒരു വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ വാക്ക് തരുന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും തിരിച്ചറിവിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയും മാർഗദീപമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.